ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ജില്ലയാണ് വയനാട്. അപ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും ക്വാളിറ്റി കെയർ എങ്ങനെ കൊടുക്കാം, അതായിരുന്നു എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞത്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു സ്ഥാപനത്തിന് വേണ്ടി. നല്ലൊരു DPR തയ്യാറാക്കിയിട്ട് ആ DPR അനുസരിച്ചിട്ടായിരുന്നു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം. നൂൽപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുള്ള 2ാമത്തെ പഞ്ചായത്താണ്. നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ സമൂഹത്തിനോടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ട് നിങ്ങളുടെ സർവീസ് മേഖല ആ മേഖലയിലേക്ക് പോകും. ഫ്രം സൊസൈറ്റി ടു ദ സൊസൈറ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ഡയറ്റ്, വെൽ ബീയിങ് ആൻഡ് കുട്ടിയെ സമൂഹത്തെ ഈ ഡ്രഗിൽ നിന്നുള്ള ഒരു മോചനം. ഞങ്ങൾക്ക് 5 വർഷം മുന്നേ ഞങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോ ഓൾറെഡി ഞങ്ങൾ ഹോസ്പിറ്റലിലുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും മഹത്തായ സ്ഥാപനമാണ് മാദീൻ. ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് സംവിധാനം കുറച്ചും കൂടി പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാക്കുന്ന സ്ഥലങ്ങൾ കൂടുതലായിട്ട് വരണം. സുഹൃത്തുക്കളെ, മാദീൻ അപ്ഡേറ്റ്സിലെ ഇന്നത്തെ അതിഥി ഡോക്ടർ VP ദാഹിർ മുഹമ്മദാണ്. ഈ വർഷത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് ഡോക്ടർക്കുള്ള അവാർഡ് വാങ്ങിയ ഡോക്ടർ VP ദാഹിർ മുഹമ്മദ് സർ നമ്മുടെ കൂടെയുണ്ട്. ഡോക്ടർക്ക് ഈ അവാർഡ് ആദ്യമായിട്ടൊന്നുമല്ല കിട്ടുന്നത്. ഡോക്ടറുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനും ഡോക്ടർക്കും ഒരു അവാർഡുകളുടെ നിര തന്നെയുണ്ട്. എന്നാലും ഈ വർഷം കിട്ടിയ മനോഹരമായ അവാർഡിൻ്റെ സന്തോഷം നമ്മളുമായി ഡോക്ടർ പങ്കുവയ്ക്കുകയാണ്. ഡോക്ടർ, മാദീൻ അക്കാദമിയിലേക്ക് സ്വാഗതം. മാദീൻ അക്കാദമിയുടെ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഡോക്ടർ നേരത്തെ പരിചയമുണ്ട്, ഡോക്ടർക്ക് തങ്ങളെയും പരിചയമുണ്ട്. അവാർഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് മീറ്റിങ്ങിൽ പോലും തങ്ങൾ ഉസ്താദ് ഇത് പറയുകയുണ്ടായി. എന്താണ് ഡോക്ടർക്ക് ഈ നിമിഷത്ത് പറയാനുള്ളത് ഞങ്ങളോട്? അൽഹംദുലില്ലാ, ആദ്യമായി ദൈവത്തോട് നന്ദി പറയുകയാണ്. അവാർഡിൽ ഉപരി ഡോക്ടർ എന്ന നിലയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ആദ്യമായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചപ്പോഴും അന്ന് തന്നെ ജോലി ആദ്യമായി ലഭിച്ച ജില്ല എന്ന് പറഞ്ഞത് വയനാട് ജില്ലയായിരുന്നു. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ജില്ലയാണ് വയനാട്. നിലവിൽ ഞാൻ ജോലി ചെയ്യുന്ന നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ജനസംഖ്യയിൽ 50% ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടമാണ്. അപ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും ക്വാളിറ്റി കെയർ എങ്ങനെ കൊടുക്കാം, അതായിരുന്നു എൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞത്. അതിലേക്ക് എനിക്ക് പ്രചോദനം നൽകിയത് തന്നെ എന്ന് പറയുന്നത് ഖലീൽ ബുഖാരി അടക്കമുള്ള ഉസ്താദുമാർ, ചെയ്തമരടക്കമുള്ള ഞാൻ വളർന്നു വന്നിട്ടുള്ള എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ തന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഡോക്ടറായി ഇറങ്ങണമെന്ന് ഒരു ചിന്ത മനസ്സിൽ വന്നതും ഇതിലേക്ക് വരാൻ സാധിച്ചതും. വളരെ സന്തോഷം. ഡോക്ടർ മാദീൻ അക്കാദമിയിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ എല്ലാ വർഷവും ഇവിടെ സലാത്തിന് പങ്കെടുക്കുന്ന ആളും കൂടിയാണ്. ഇവിടുത്തെ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാദീൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെ IPF അടക്കമുള്ള ഫോറങ്ങളിലെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു, അതിലൊക്കെ പങ്കെടുക്കാറുള്ള വ്യക്തിയും കൂടിയാണ് ഞാൻ. അഥവാ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ആ കേന്ദ്രത്തെ ഇന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെക്കാളും വെല്ലുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഡോക്ടർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അവാർഡ് കിട്ടിയ ആ ഒരാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്, പത്രകോളങ്ങളിലൊക്കെ ഡോക്ടർ നിറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി ഇൻ്റഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പുതിയ ഇന്നൊവേഷൻസുകളുണ്ട്. ഡോക്ടർ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ? നമ്മുടെ കേരള ഹെൽത്ത് കെയറിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ളത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിൻ്റെ മുകളിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിൻ്റെ മുകളിൽ താലൂക്ക് ഹോസ്പിറ്റൽ, പിന്നെ ജില്ലാ ആശുപത്രി, ജനറൽ ഹോസ്പിറ്റൽ. അതാണ് നമ്മുടെ കേരള ഹെൽത്ത് സർവീസിൻ്റെ ഒരു ത്രീ ടെസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇപ്പോൾ കേരള സർക്കാർ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് അതിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ട് കുറച്ചും കൂടി സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റിയതാണ്. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളൊരു പനി വന്നാൽ നിങ്ങളൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയാലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയാലും എല്ലാവരും കൊടുക്കുന്നത് എന്താണ്? പാരസെറ്റമോളാണ്. ദെൻ വൈ എന്തുകൊണ്ടാണ് പിന്നെ ജനങ്ങൾ പ്രാഥമിക സർക്കാർ ആതുരാലയങ്ങളെ ആശ്രയിക്കാതെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്ക് മറ്റും പോയി അവരുടെ കൂടുതൽ അവർക്ക് എക്സ്പെൻഡിച്ചർ രൂപത്തിലേക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള കാരണം എന്താ? ദ വേ ഓഫ് ഗിവിങ്, കൺസിഡറേഷൻ, പരിഗണന. അതെ അതെ. ഇപ്പോൾ പാരസ്റ്റമോൾ ആണ് പനി കുറയാൻ കൊടുക്കുന്നത്. ദ വേ ഓഫ് ഗിവിങ് ദ ടാബ്ലറ്റ്, അതാണ് മാറേണ്ടത്. അപ്പോൾ അതാണ് അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അത് രോഗികൾക്ക് ഉപരി അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക ഇത് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പകുതി അസുഖം മാറി എന്ന് വിശ്വസിക്കുന്നു. ഒരു ഹീലിംഗ് ടച്ച്, അഥവാ ഒരു ഡോക്ടറുടെ ഹീലിംഗ് ടച്ച് ആൻഡ് കൺസിഡറേഷൻ എന്നൊക്കെ പറയുന്നത് അതൊരു കൾച്ചറൽ ഷിഫ്റ്റിംഗ് അല്ല ഡോക്ടർ? അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഷിഫ്റ്റ്. അതിന് എന്തൊക്കെയായിരുന്നു ഡോക്ടർ അനുഭവിച്ച വെല്ലുവിളികൾ? അത് ഇപ്പോൾ തുടക്കത്തിൽ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സിസ്റ്റം ചേഞ്ച്, ഒരു പുതിയൊരു ആശയത്തിലേക്ക് പൊതുജനങ്ങളെയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ടീമിനെയും ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് ഭയങ്കര ചലഞ്ചായിരുന്നു എനിക്ക്. പക്ഷേ ഗ്രാജ്വലി ടീം വർക്കിലൂടെ നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നു. ഇന്ന് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് കാണുന്ന നിലയിൽ എത്തിക്കാൻ സാധിച്ചത്. ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു സ്ഥാപനത്തിന് വേണ്ടി. നല്ലൊരു DPR തയ്യാറാക്കിയിട്ട് ആ DPR അനുസരിച്ചിട്ടായിരുന്നു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം, അത് HR-ലായിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചറിലായിക്കോട്ടെ, ക്വാളിറ്റി കെയർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു പാത്ത് മുന്നോട്ട് പോയിരുന്നത്. ദാറ്റ് മീൻസ് എ കറക്റ്റ് പ്ലാനിങ്, റൈറ്റ്? സന്തോഷം ഡോക്ടർ. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡോക്ടർ പഠനം MBBS പഠനം എവിടെയായിരുന്നു? ഞാൻ കർണാടകയിൽ. അപ്പോൾ MBBS പഠനം കഴിഞ്ഞ ഉടനെ കേരള ഗവൺമെൻറ്റിൻ്റെ സർവീസിലേക്ക് വന്നു. തുടക്കം തന്നെ വയനാട്ടിൽ ഫസ്റ്റ്. ഞാൻ അതിന് മുന്നേ 2 വർഷം പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത്. പിന്നെ സർവീസ് കിട്ടിയത് ആദ്യമായിട്ട് കയറിയത് വയനാടായിരുന്നു. ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ പേര് പനമരം അവിടെ നിന്നാണ് ഞാൻ 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നൂൽപ്പേ കുടുംബാംഗത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തത്. നൂൽപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുള്ള 2ാമത്തെ പഞ്ചായത്താണ് കേരളത്തിലെ. പിന്നെ 2 സംസ്ഥാനത്തിൻ്റെ ബോർഡർ ഷ്രെയിനർ പഞ്ചായത്ത്, 1 സൈഡ് തമിഴ്നാട്, 1 സൈഡ് കർണാടക. 4ൽ 3 ഭാഗം കാടാണ്. പഞ്ചായത്തിൻ്റെ ഏറ്റവും വരുമാനം കുറവുള്ളൊരു പഞ്ചായത്താണ്. ഏറ്റവും അത്രയും പാവപ്പെട്ട ആളുകളാണ്. മാത്രമല്ല എല്ലാം പത്രത്തിലൊക്കെ വായിക്കുന്ന പോലെ വന്യമൃഗ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്തും കൂടിയാണ് നൂൽപ്പുഴ. അതായത് എലിഫന്റ് അറ്റാക്ക് ആയിക്കോട്ടെ. അപ്പോൾ വെല്ലുവിളികളുടെ ഇടയിലുള്ള ഒരു ആതുരാലയം. മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പല കുട്ടികളും ഗവൺമെൻറ് സർവീസിലേക്ക് വരാനുള്ള ഒരു മടി കാണിക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പോൾ വളർന്നു വരുന്ന ഈ MBBS ബിരുദം കിട്ടി ഹൗസ് സർജൻസി കഴിഞ്ഞ് അവർ പലപ്പോഴും കൂറ്റൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ദാറ്റ്സ് അപ് ടു ദം, ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ റൂറൽ സർവീസ് ഗവൺമെൻറ് അവരുടെ ഇതിൻ്റെ ഭാഗമല്ലേ, കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട്? നിലവിൽ ഇപ്പോൾ ഹൗസ് സർജൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ CSR കമ്പൽസറി റൂറൽ സർവീസ് ഇപ്പം ഗവൺമെൻറ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഇതേപോലെ എന്നെ കാണാൻ വരുന്ന കുട്ടികളോടും MBBS പഠിക്കുന്നവരോടും പഠിച്ചു കഴിഞ്ഞവരോടൊക്കെ ഞാൻ പറയുന്നൊരു ഇതുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സർവീസ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ ലൈഫ് ഒരു കംപ്ലീഷൻ എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ പഠിച്ച്, കാരണം പഠനത്തോടൊപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു
ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അതൊരിക്കലും വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ സമൂഹത്തിനോടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡോക്ടർ ആയതുകൊണ്ട് നിങ്ങളുടെ സർവീസ് മേഖല ആ മേഖലയിലേക്ക് പോകും. നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സമൂഹത്തോട് കാണിക്കാൻ കഴിയും ഏത് മേഖലയാണ്. അപ്പം നിങ്ങൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് പറയുന്നത്, നിങ്ങൾ PG എടുത്താലും സ്പെഷ്യാലിറ്റി എടുത്താൽ പോലും നിങ്ങളുടെ ലൈഫിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും. ഞാൻ എപ്പോഴും അവർ കൊടുക്കുന്ന ഒരു അഡ്വൈസാണ്. മദീൻ പറയുമ്പോൾ ഫ്രം സൊസൈറ്റി ടു ദ സൊസൈറ്റി എന്ന് പറയാറുണ്ട്. അഥവാ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ഒരു 5 പൈസ അത് സമൂഹത്തിലേക്ക് തന്നെ അതിൻ്റെ ഫലം കൊടുക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നതാണ് നമ്മുടെ ചെയർമാൻ ഖലീൽ തങ്ങൾ പറയാറുള്ളത്. ഇപ്രാവശ്യത്തെ സ്വലാത്തിൻ്റെ ഒരു പ്രത്യേക തീം തന്നെ ഉണ്ടായിരുന്നത് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ആയിരുന്നു. കാരണം ഇന്ന് നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ, കുടുംബങ്ങളിൽ കേൾക്കുന്നത്. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു, കാണാൻ പാടില്ലാത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അത് മനസ്സിൽ തട്ടിയിട്ട് ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്രാവശ്യം അഥവാ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമായ 27-ാം രാവിലെ ലൈലത്തുൽ ഖദർ വിധി നിർണ്ണയിക്കുന്ന രാത്രിയിൽ മദ്യത്തിനെതിരെയാണ് ഉസ്താദ് സംസാരിച്ചത്. നമ്മുടെ പബ്ലിക്കേഷൻ വിഭാഗമായ ഉറവ ധാരാളം നൂറുകണക്കിന് പുസ്തകങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവരിപ്രാവശ്യം മയക്കരുത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകം എഴുതി. അതിൻ്റെ 1,00,000 കോപ്പികൾ. അഥവാ എങ്ങനെയാണ് ഈ മദ്യത്തിനെതിരെ സമൂഹത്തിൽ സ്വാധീനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ 1,00,000 കോപ്പി ഉസ്താദ് സമൂഹത്തിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളുടെ മിംഹാർ എന്ന് പറയുന്നത് നമ്മളുടെ ദി അഡിക്ഷൻ സെൻ്ററാണ്. ഏതാണ്ട് 22,000 പേഷ്യൻസിനെ നമ്മൾ റീഹാബ് ചെയ്തിട്ടുണ്ട്. അവിടെ അതിൽ വരുന്ന ഡോക്ടർ ഈ പ്രോഗ്രാമിൽ ഉസ്താദ് ഒരു വാഗ്ദാനം ചെയ്തു. 20ഓളം രോഗികൾക്ക്, ശ്രീകണ്ഠൻ നായർ സാർ റെക്കമെൻഡ് ചെയ്യുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ. ഒരു രോഗിക്ക് എനിക്ക് തോന്നുന്നു 60,000 രൂപ വരും. അപ്പോൾ ഉസ്താദ് പറയുന്നത് ഇങ്ങനെ സമൂഹത്തിൽ ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി, അതിന് വളരുന്നത് സമൂഹത്തിൽ നിന്നുള്ള നല്ലവരുടേതായ എന്താ പറയുക സപ്പോർട്ടാണ്, സഹകരണം. അതെന്ത് ചെയ്യണം, സമൂഹത്തിലേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കേരളത്തിൽ കാണുന്ന മയക്കുമതി, ഈ ടീനേജേഴ്സുമൊക്കെയുള്ള ഒരു ആശങ്ക, അധ്യാപകരാവട്ടെ മെഡിക്കൽ ഫീൽഡിലാവട്ടെ എല്ലാവർക്കും നമുക്ക് ആശങ്കയാണ്. ഡോക്ടർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അപ്പം ഏറ്റവും എൻ്റെ പഞ്ചായത്ത് സംബന്ധിച്ചോളം ഞാനും ഏറ്റവും കൂടുതൽ ആശങ്ക വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ വർഷത്തെ എൻ്റെ ഒരു പ്രൊജക്റ്റാണ് യോധ എന്ന് പറഞ്ഞിട്ട്. യോധ ഫുൾ ഫോം എന്ന യൂത്ത് ഓർഗനൈസേഷൻ എഗെയിൻസ്റ്റ് ഡ്രഗ് ഹാബിറ്റ് അബ്യൂസ്, യോധ. അപ്പം ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂൽപ്പ പഞ്ചായത്ത് എന്ന് പറയുന്നത് വൺ സൈഡ് തമിഴ്നാട്, വൺ സൈഡ് കർണാടക. അപ്പം ബോർഡർ പഞ്ചായത്ത് ആയതുകൊണ്ട് ധാരാളം ഡ്രഗ്സും ആൽക്കോളും അവർക്ക് ഇഷ്ടം പോലെ ഈ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് വിത്ത് ഹെൽപ്പ് ഓഫ് പോലീസ്, എക്സൈസ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഞാൻ മെയിൻലി ഈ പ്രോഗ്രാമിനെ ഇതിലേക്ക് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വിത്ത് സപ്പോർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ്. കമ്മ്യൂണിറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഈ തിന്മയ്ക്കെതിരെ പോരാടാം. അതാണ് യോധ വിത്ത് ഹെൽപ്പ് ഓഫ് യൂത്ത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാനിപ്പോൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂൾ ഇട്ട് വന്ന പാട് ബാഗ് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ നേരെ ഓടിയുന്നത് പാടത്തേക്കായിരുന്നു കളിക്കാൻ. തിരിച്ചു വരുമ്പോൾ ഉമ്മ വടിയിട്ട് നിൽക്കുന്നുണ്ടാവും, യൂണിഫോം അയക്കാക്കി എന്ന് പറഞ്ഞിട്ട്. ഇന്ന് നമ്മളെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് സ്മാർട്ട് ഫോണിലേക്കാണ്. റൂമിൽ അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്മാർട്ട് ഫോൺ, ഒരു കളി അങ്ങനെ ഒന്നുമില്ല. ഇനി ഗെയിം എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിംസാണ് അവർ കളിക്കുന്നത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റിലാണ് കുട്ടികളുടെ ഒബിസിറ്റി ഒക്കെ അടക്കം കൂടാൻ തുടങ്ങി. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ അവിടെ BMI ഭയങ്കര കൂടുതലാണ് കുട്ടികളുടെ. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാനൊരു ഫിറ്റ്നസ് സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫിറ്റ്നസ്. അത് ലേഡീസിനും സെപ്പറേറ്റ് ഉണ്ട്, ജെൻസിനും സെപ്പറേറ്റ് ഉണ്ട്, യൂത്തിനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ഡയറ്റ്, വെൽ ബീയിങ് ആൻഡ് കുട്ടിയെ സമൂഹത്തെ ഈ ഡ്രഗിൽ നിന്നുള്ള ഒരു വളരെ ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട്സ് ആണ് ഡോക്ടർ ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നിലവിൽ. ഇപ്പോൾ ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഫിറ്റ്നസ് സെൻ്റർ ഭംഗിയായി നടക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾ അതിലേക്കാണ് ഈ യോധ എന്ന പ്രോഗ്രാം കൂടി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു ദിവസം എത്ര പേഷ്യൻസ് വരുന്നുണ്ടാവും ഡോക്ടർ അപ്രോക്സിമേറ്റ്ലി? ഞങ്ങൾക്ക് ജനറൽ ഓപ്പിൽ ഞങ്ങൾക്ക് അറൗണ്ട് ഒരു 250 to 300 പേഷ്യൻസ്. ഫിസിയോതെറാപ്പി വി ഹാവ് 150 പേഷ്യൻസ് പെർ ഡേ. ഇപ്പോൾ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ഡോക്ടേഴ്സ് ഞങ്ങൾ 4 പേരുണ്ട്.
അപ്പോൾ ഇത് ഇത്രയും പേഷ്യൻസിന് ഡോക്ടേഴ്സ് പ്ലസ് പാരാമെഡിക്സ് എല്ലാവരും സ്റ്റാഫ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡോക്ടറുടെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? എനിക്ക് എൻ്റെ PHCയിലെ ചാർജ് കൂടാതെ മൊത്തം ജില്ലയുടെ ക്വാളിറ്റിയുടെ ചാർജും കൂടി എനിക്കുണ്ട്. ഹൗ ടു മേക്ക് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി സർവീസ് കൊടുക്കാം, അതിൻ്റെ ഒരു ചാർജും കൂടി എനിക്കുണ്ട്. അപ്പം രാവിലെ എൻ്റെ റൂട്ടീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നു. എൻ്റെ OP കാര്യങ്ങളും അതോടൊപ്പം എൻ്റെ ജനറൽ ഡ്യൂട്ടി കാര്യം നിർവഹിച്ചിട്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് രാവിലെ ഓരോ ദിവസം ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയാസ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമോ എന്നൊരു അതെ എനിക്കിവിടെ ഓർമ്മ വരുന്നത് ഇപ്പം തങ്ങൾ ഉസ്താദിൻ്റെതാണ്. തങ്ങൾ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഒരു സ്ഥാപനം വളരുകയാണെങ്കിൽ ഇന്നോവേറ്റ് വിത്ത് ഇന്നോവേഷൻ. തീർച്ചയായിട്ടും ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ മതിലാണെങ്കിലും ഞാൻ എവിടെ ആണെങ്കിലും എനിക്ക് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇൻസ്പെക്ഷൻ പോവുകയാണെങ്കിലും ഞാൻ ആദ്യം അവിടെ പോയിട്ട് അവരോട് പറയാനുള്ളത് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഇൻസ്പെക്ഷനോ ഒരു വിസിറ്ററോ എനിക്ക് ഫാൾട്ട് ഫൈൻഡിങ് അല്ല, വാട്ട് കൻ ഐ ലേൺ ഫ്രോം യു, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് പഠിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഏറ്റവും എക്സാമ്പിൾ ഈ മാദ്യം തന്നെയാണ്. ഞാനിവിടെ ഒരു 5 വർഷം മുന്നേ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിന് വന്ന ആളെയാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മാദ്യൻ്റെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് കാണുന്നത്. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് കാണുന്നത് ഞാൻ അവിടെ എനിക്ക് പോളിടെക്നിക്കിൽ പോയതിനേക്കാൾ ഞാൻ ഏറ്റവും സമയം സ്പെൻഡ് ചെയ്ത് മിക്കവാറും ഞാൻ ഈ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ്, കാരണം ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടേഴ്സറി കെയർ ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇറ്റ് അവൈലബിൾ ഉള്ളി ഒരു സാമൂഹികാര്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ മാത്രം ലഭ്യമായിരിക്കുന്ന സേവനമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് ഒരു താഴെത്തട്ടിലേക്ക് അത് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ആ ഒരു സ്പാർക്ക്, ആ ഒരു വിഷൻ എനിക്ക് തന്നത് ഈ ഇത് എനിക്ക് തോന്നുന്നു വളരെ സന്തോഷത്തോടെ ഞാനത് തങ്ങളസ്ഥാനോടും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റോട് ഞാൻ പറയാറുണ്ട്. ഞാൻ ഏതായാലും എൻ്റെ ഫിസിയോതെറാപ്പി ടീമിനെ ഇത് അറിയിക്കും. വളരെ സന്തോഷമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവാർഡ് 2018 ഡോക്ടറുടെ ഓൾ ഇന്ത്യ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, അത് നാഷണൽ ക്വാളിറ്റി ഓഫ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പോലെ NABH ISO പോലെ ഗവൺമെന്റ് സെക്ടറിൽ കൊടുക്കുന്ന അവാർഡാണ്. അതിൽ PHC കാറ്റഗറിയിൽ 2018 ഈ അവാർഡിന്റെ വാലിഡിറ്റി 3 വർഷമാണ്. നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യണം. 2018 98.4% മാർക്ക് ഇട്ട് ആ വർഷം ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങളുടെ PHC. അപ്പോൾ അതേ അവാർഡ് ഞങ്ങൾക്ക് 2023 വീണ്ടും കിട്ടി, 2021 റിന്യൂ ചെയ്തു ഞങ്ങളത്. അന്ന് ഞങ്ങളെ മാർക്ക് 95.3 അങ്ങനെ. ഇത് കൂടാതെ ഞങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ആർദ്ര പുരസ്കാര അവാർഡ്, കായകൽപ്പ അവാർഡ് എല്ലാം കിട്ടിയിട്ടുണ്ട്. സന്തോഷം. ഈ അവാർഡ് കിട്ടിയ ഉടനെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി MP എന്തോ ഒരു പ്രത്യേക ഓഫറോ അങ്ങനെ എന്തോ ഞാൻ പത്രത്തിൽ അത് അവാർഡ് കിട്ടി. ഞങ്ങളുടെ MP വയനാട് MP പ്രിയങ്ക ഗാന്ധിയാണ്, നേരത്തെ രാഹുൽ ഗാന്ധി ആയിരുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി MP അപ്പോൾ ഈ അവാർഡ് കിട്ടിയപാട് മാഡം വിളിച്ചിരുന്നു, സന്തോഷം പറഞ്ഞു. അപ്പോൾ ഞാൻ മാഡത്തോട് ആവശ്യപ്പെട്ടു, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, എനിക്കൊരു ഇലക്ട്രിക് EV വാഹനം ഹോസ്പിറ്റലിലേക്ക് വേണം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇലക്ട്രിക്കൽ EVയുടെ ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എൻ്റെ ഹോസ്പിറ്റലിലെ ആളുകൾ. അവർക്ക് അവിടെ ഒരു റെഗുലറായിട്ട് ഒരു ബസ് റൂട്ടോ ഒന്നും അവൈലബിൾ ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ വരുന്ന രോഗികൾക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ടോ മറ്റു വരെങ്കിൽ അവരുടെ പോക്കറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് ഡെയിലി അത് അഫോർഡ് ചെയ്യണത്. പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പി പോലെയുള്ള ചികിത്സയിലേക്ക് വരുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു ഫ്രീ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ഇലക്ട്രിക് EV ചോദിച്ചിട്ട്. പക്ഷെ ഞങ്ങൾക്ക് 5 വർഷം മുന്നേ ഞങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോ ഓൾറെഡി ഞങ്ങൾ ഹോസ്പിറ്റലുണ്ട്. സന്തോഷം. അത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ആയിട്ട് ഗർഭിണികളെയും വയോജനങ്ങളെയും അവർ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് 5 വർഷം മുന്നേ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോ ഞങ്ങളായിരിക്കും വാങ്ങിയിട്ടുണ്ടാവും. അത് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെയാണ് ഞങ്ങൾക്ക്, കാരണം ഒരു ഇലക്ട്രിക് കാറും കൂടെ ആകുമ്പോൾ അതിൻ്റെ സീറ്റ് അറേഞ്ച് ചെയ്ത് ഒരു ബെഡ് പോലെ ആക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ട്രോക്ക് പോലെ വന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വാഹനം. വളരെയധികം സന്തോഷം ഡോക്ടർ. മഹ്ദിൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 1500 2000-നടുത്ത് സ്റ്റാഫുണ്ട്. അപ്പം മഹ്ദിൻ അധ്യാപകർക്ക് അല്ലെങ്കിൽ മഹ്ദിൻ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഡോക്ടർക്ക് എന്തെങ്കിലും സജഷൻസ്, അഭിപ്രായങ്ങൾ?
കാരണം ഞാൻ കണ്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും മഹത്തായ സ്ഥാപനമാണ് മാദീൻ. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ ജോലിയിലൊക്കെ ഉപരി അവർ ആ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത അത് ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. അപ്പോൾ അവർ ഏറ്റവും നല്ല മേഖലയിലാണ്, ആ സ്ഥാപനത്തിലാണ് അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. അതിന് അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ഈ ഒരു സേവന മനോഹരമുള്ള ആളുകൾ കൂടുതലായിട്ട് ഇതേപോലെ സ്ഥാപനങ്ങളിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷം. ഇപ്പം മഹദീൻ ഈ വർഷം എടുത്ത ഒരു വലിയ പ്രോജക്റ്റാണ്. ഉസ്താദ് എപ്പോഴും പറയാറുണ്ട് ഡൗറി, സ്ത്രീധനം. ഒരു കാലത്ത് സ്ത്രീധനത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പം സ്ത്രീധനം എന്നുള്ളത് ഒരു നാണക്കേടാണല്ലോ. അപ്പം സ്ത്രീധനം എന്നുള്ളത് എങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്തു, അതുപോലെ നമുക്ക് മദ്യവും മയക്കുമരുന്നും ഇറാഡിക്കേറ്റ് ചെയ്യാമെന്ന് 100% വിശ്വസിച്ചാണ് ഉസ്താദ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്നും നമ്മുടെ വളരെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വരെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ്. ഇപ്പോൾ നേരത്തെ യോദ്ധ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറുടെ യോദ്ധ പ്രോജക്റ്റ്. അപ്പോൾ യൂത്തിന് ഇതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നും കൂടി ഡോക്ടർ പറഞ്ഞു. ഡോക്ടറോട് ഇപ്പം ഒരു മിനിറ്റിൽ ഡോക്ടർ പറയുകയാണെങ്കിൽ ഈ വിപത്തിനെ എങ്ങനെ നമുക്ക് എതിർക്കാൻ കഴിയും? ഞാനിതിൽ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിന് വേണ്ടി മാത്രം ഞാനൊരു കൗൺസിലർ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. ഈ കൗൺസിലർ എനിക്ക് നമുക്ക് ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴും അതിൻ്റെ ബാക്കിൽ നമ്മൾ എടുക്കുന്ന ഒരു നമ്മൾ പറയുന്ന ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് ഉണ്ടാവും. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു ആ സമൂഹത്തിലെ ഡാറ്റ എന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ 3 എക്സാമ്പിൾ എൻ്റെ മുന്നിൽ വന്നു. 3 ലിവിങ് എക്സാമ്പിൾ. ആ 3 പെൺകുട്ടികളായിരുന്നു. 3 പെൺകുട്ടികൾ. ഇവർ 3 പേരും ഡ്രഗ് എടുക്കുന്ന ആളുകളായിരുന്നു. അപ്പം ഈ കുട്ടികളുടെ ഒക്കെ ഫുൾക്കായി ഡ്രസ്സ് ഉപയോഗിക്കുന്ന കുട്ടികളായിരുന്നു. ടീച്ചേഴ്സിനെ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഡ്രസ്സിന് പൊന്തിച്ച് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടീൻ്റെ കൗൺസിലറുടെ പ്രായം ഏതാണ്ടൊക്കെ അറൗണ്ട് 14 to 15 years. ഒരു കുട്ടി പഠിക്കുന്നത് 9ാം ക്ലാസ്സിൽ, ഒരു കുട്ടി പഠിക്കും 10ാം ക്ലാസ്സിൽ, ഒരു കുട്ടി +1. 3 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഇവർ കൗൺസിലിംഗ് ചെയ്ത സമയത്ത് ഇവർക്ക് വളരെ സുലഭമായിട്ട് ഈ ഡ്രഗ് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ സംവിധാനമൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തപ്പം ഈ കുട്ടി എന്നെ മനസ്സിലാക്കിയത്, ഈ കുട്ടിക്ക് ഇതിൽ നിന്ന് മടങ്ങി വല്ല ആഗ്രഹമുണ്ട്. ബട്ട് ഡോണ്ട് നോ വേർ ടു ഗോ. എവിടെയാണ് ഇതുള്ളതെന്ന് അറിയുന്നില്ല. കുട്ടി പാരൻസിനും ഇതിനെ കുട്ടി ബോധം കൊടുത്തു, അവർക്കും താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല ഇത് എവിടെയാണ് അപ്പോൾ ഞാൻ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത്, ഇതേപോലത്തെ ഇപ്പോൾ ജില്ലയിൽ ഒരു സ്ഥാപനം ഉണ്ടായിട്ട് കാര്യമില്ല. We need more like common awareness, public campaign വേണം. അതോടൊപ്പം തന്നെ ഈ ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് സംവിധാനം കുറച്ചും കൂടി പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാക്കുന്ന സ്ഥലങ്ങൾ കൂടുതലായിട്ട് വരണം. അതിൽ ആദ്യം സ്ഥാപനങ്ങൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും അവരുടെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് മൂലമോ അല്ലെങ്കിൽ ദൂരം കൊണ്ടോ മറ്റോ അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ അവർ മാറിയിരിക്കാൻ ചാൻസ്. കാരണം ഇതൊരു 1 day 2 day ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല. മിനിമം 2 to 3 months ട്രീറ്റ്മെൻറ്റ് ആവാം. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്, ആ കേസ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതിനെ കൊടുക്കുന്നതനുസരിച്ചിട്ട് കൂടുതലായിട്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കുന്നതോടൊപ്പം ഈ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും കൂടി കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് സമൂഹത്തിൽ അവൈലബിൾ ആവണം. വളരെ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുട്ടികൾ ഇന്ന് സ്കൂളിൽ നിന്നും വന്ന് നേരെ മൊബൈലിലേക്ക് പോകും. അത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ന് യുവാക്കളുടെ ആരോഗ്യം എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അത് ഡയബറ്റിക്സ് ആവട്ടെ, ജീവിതശൈലി രോഗങ്ങളാവട്ടെ, ഹൃദയ സംബന്ധമായ രോഗങ്ങളാവട്ടെ, ഇവിടെയൊക്കെ യുവത്വം എന്നുള്ളത് ഇന്നൊരു വലിയ ചോദ്യചിഹ്നമാണ്. യുവാക്കൾക്ക് ഡോക്ടർക്ക് നൽകാനുള്ള ഒരു ഹെൽത്ത് ഉപദേശം എന്തായിരിക്കും? ഒരു ആരോഗ്യം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഡയറ്റ്. ഡോക്ടർ ഒന്ന് വിശദീകരിച്ചത്. കാരണം ഇന്നത്തെ കാലങ്ങളിൽ യൂത്ത് അവർ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് ഒരു അഡിക്ഷൻ പോലെ അതിലേക്ക് പോകുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് അവർ കാർബോഹൈഡ്രേറ്റ്സും അതിലേക്കാണ് ഫാറ്റ്സ് ഫുഡ് ഐറ്റംസൊക്കെ കൂടുന്നത്. അത് ഈ ഒരു ചലഞ്ച് പോലെ അവർക്ക് ഫൈബേഴ്സും പ്രോട്ടീൻസ് അടക്കമുള്ള മറ്റു
പല ഇതും ന്യൂട്രിയൻസ് അവർക്ക് ലഭിക്കുന്നില്ല. ഇതുമൂലം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ യങ് ഏജിൽ തന്നെ അവർ ഡയബറ്റിക്സും കൊളസ്ട്രോളും കൂടി ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് ഡോക്ടർ. അതോടൊപ്പം തന്നെ അവരുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും എക്സസൈസും കാര്യങ്ങളൊക്കെ പണ്ടത്തെ അവർക്ക് ഇതിലേക്ക് തിരിച്ചു വരണം. ഇപ്പം ഡോക്ടർ ഈ വീട്ടിലെ പ്രസവം, ഹോസ്പിറ്റലിലെ പ്രസവം, നാട്ടിലെ പ്രസവം എന്നൊക്കെ പറഞ്ഞു വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മേഖലയിൽ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടറുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു മനോഹരമായ പദ്ധതി. അതിനെക്കുറിച്ചൊന്ന് ഡോക്ടർ. അപ്പോൾ ഞാൻ ഏറ്റവും ഒരു മഹത്തായ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളമാണ് അവരുടെ ഒരു കാലം എന്ന് പറയുന്നത്. കാരണം അവർ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ മാറ്റി അവർക്കൊരു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് സമ്മാനിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് ട്രൈബൽ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്താണ്. അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ 200ഓളം കോളനികളുള്ള പഞ്ചായത്താണ്. അതിൽ തന്നെ ഒരു 40ഓളം കോളനികൾ കാടിനുള്ളിലുള്ള കോളനികളാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഒരു 6 മണിക്ക് ശേഷം അങ്ങോട്ട് വാഹനം പോകാൻ പറ്റില്ല. ചിലപ്പോൾ അത് വന്യമൃഗ ശല്യം കൂടുതലുള്ള സ്ഥലങ്ങൾ, ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പ്രസവ തീയതി അടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാഹനം അവിടെ എത്തി ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സ്ത്രീകളെ പ്രസവത്തിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അവർ പേഷ്യൻസ് അല്ല, പ്രഗ്നന്റ് ലേഡീസ് നോട്ട് എ പേഷ്യൻ്റ്. അപ്പോൾ അവർ നമ്മൾ ഗസ്റ്റാണ്, ഞാൻ അങ്ങനെ കാണാം. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു മനോഹരമായ ഒരു വീട് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഈ ഗർഭിണി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഗർഭിണിയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഗർഭിണി ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. അവർക്ക് അവർ ഹസ്ബൻഡ് കൂടെ വേണ്ടി, അവരുടെ അമ്മ കൂടെ വേണ്ടിയിട്ട്, ഇപ്പോൾ അവർക്ക് എൽഡർ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവരെ കൂടെ വെക്കേണ്ടി വരും. അപ്പം ഇതൊരു ഫാമിലി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഗർഭിണിക്ക് ഇവിടെ വന്ന് താമസിപ്പിക്കാം. അവരെ നോക്കാൻ ഞങ്ങളൊരു അമ്മനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിൻ്റെ 2ാം ഘട്ടമാണ് അമ്മയുടെ താരാട്ട്. അല്ല, അമ്മ എന്ന് പറയുന്നത് അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും. ഈ അമ്മ അവരെന്ത് ചെയ്യും, ഈ ഗർഭിണിനെ അവർ പ്രസവവേദന വരുന്നത് വരെ ഈ പ്രതീക്ഷയിൽ വെച്ച് അവർ ട്രീറ്റ് ചെയ്യും. അവർക്ക് ആവശ്യം ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. ഇവിടുന്ന് പെയിന് വരുമ്പോൾ നമ്മുടെ ആംബുലൻസിൽ അവരെ നെക്സ്റ്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക്. ഡോക്ടറുടെ എല്ലാ പദ്ധതികളുടെ പേരുകളും ഒരു വളരെ അട്രാക്റ്റീവാണ്. യോദ്ധയാവട്ടെ, പ്രതീക്ഷയാവട്ടെ, അമ്മത്താരാട്ടാവട്ടെ. അമ്മക്ക് ഫുൾ ഫോം ഉണ്ട്. ഐ ആം മോണിറ്ററിംഗ് മെറ്റൽ ആക്ടിവിറ്റീസ്. അതാണ് അമ്മ എന്ന് പറയുന്നത്. ഇനി താരാട്ട് എന്ന് പറയുന്നത്, അമ്മയുടെ താരാട്ട് എന്ന പ്രൊജക്ടിന്റെ പേര്, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മാൽന്യൂട്രീഷനും അനീമിയാണ്. അപ്പം ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താരാട്ട് എന്ന് പറയുന്നത്. അത് ഒരു ട്രൈബൽ വുമൺ അവരുടെ പ്രഗ്നൻസിയിലേക്ക് കടക്കുന്നതിന് മുന്നേ അവർ അനീമിയ കറക്റ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും അവർ അനീമിയ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, രക്തമൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജനിക്കുന്ന കുട്ടികളും ഫ്രീ ഫ്രം അനീമിയ. അപ്പോൾ അത് താരാട്ട്. വാട്ട് ഇസ് താരാട്ട്? ട്രൈബൽ അനീമിയ അസസ്മെന്റ് റിവ്യൂ ആൻഡ് ട്രീറ്റ്മെന്റ്. അത് 2 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ്. അതാണ് അമ്മയുടെ താരാട്ട്. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്ന പദ്ധതി. ഇത് കൂടാതെ നമ്മളെ വീട്ടിൽ എത്ര പേര് പ്രായമുള്ള ആളുകളുണ്ടാവും, ഗ്രാൻഡ് പാരൻസ്, ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ നമ്മൾ കുടുംബത്തിൽ റിലേറ്റീവ്സിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർ അധിക പേരും ഡയബറ്റിക്സും ഹൈപ്പർ ടെൻഷനും പ്രമേഹത്തിനും മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ ധാരാളം ഇൻസുലിനായിട്ടും പല മെഡിസിൻസും കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ. പക്ഷെ അവർക്കൊരു പ്രോപ്പർ ഡയറ്റ് വീടുകളിൽ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ഡയബറ്റിക് ആയാലും സ്വാഭാവികമായിട്ട് മക്കൾ പറയും അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അങ്ങനെ സ്വാഭാവികം നമ്മളിപ്പോൾ കേൾക്കുന്നത്. ആ ഒരു വായിൽ എത്ര പേർക്ക് കംപ്ലീറ്റ് ഡേഞ്ചർ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഭക്ഷണം വെള്ളം കുടിച്ചിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡൈജഷനെ ബാധിക്കുന്നു. പിന്നെ അവർക്കത് വേറെ കൂടുതൽ പ്രയാസം വരുന്നു. അപ്പോൾ ടോട്ടലി അവർ ഫിസിക്കലി ആൻഡ് മെൻ്റലി അവർ ആകെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങൾ സ്മൈൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തു. വാട്ട് ഈസ് സ്മൈൽ? സ്വീറ്റ് മെമ്മറീസ് ഇൻ ലൈഫ് ഓഫ് എൽഡർലി. അതാണ് സ്മൈൽ. 60 വയസ്സ് കഴിഞ്ഞ കംപ്ലീറ്റ് വയോജനങ്ങൾക്ക് സൗജന്യ വെപ്പ് പല്ല് പദ്ധതി. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്.
അവർക്ക് ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അവർക്ക്. ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ അവർക്ക് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം. നല്ല പ്രോജക്റ്റ്. ഞാൻ ഇത് മനസ്സിലാക്കാത്തല്ല. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ പോലും നമ്മളെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ എനിക്കൊരു പല്ല് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇത്രയും പ്രായത്തില്ല ഇനി എന്തിനാ നിങ്ങൾക്ക് ഒരു പല്ല് എന്ന് ചോദിക്കും. പക്ഷെ അത് ലെവൽ ഓഫ് അവരുടെ ലൈഫ് തന്നെ മാറിയിട്ടുണ്ട്, ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട്. ഡോക്ടർ, എനിക്ക് ഇത്രയും ധാരാളം പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഫിനാൻഷ്യൽ നമുക്കറിയല്ലോ, ഒരു പ്രോഗ്രാം നമുക്ക് സാങ്ഷൻ ആൻഡ് അപ്രൂവൽ കിട്ടാനുള്ളത്. ഈ CSR ഫണ്ടുകൾ ഡോക്ടർ ധാരാളം CSR ഫണ്ടായിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു DPR തയ്യാറാക്കുമ്പം ഐ വിൽ ലുക്ക് ഇൻ ടു നെക്സ്റ്റ് 5 years ഇതിൻ്റെ ഫീസിബിലിറ്റി എങ്ങനെയാണ്, ഇത് എങ്ങനെ റൺ ചെയ്യും, ഇതിൻ്റെ റിക്കറിങ് എക്സ്പെൻസ് എങ്ങനെയാണ്, എല്ലാം വെച്ചിട്ട് പ്രൊജക്ട്. സോ വാട്ട്സ് ദി നെക്സ്റ്റ്? അപ്പം അതിൻ്റെ ഭാഗമായിട്ട് CSR ഫണ്ടായിട്ടും MP ഫണ്ടായിട്ടും പഞ്ചായത്ത് ഫണ്ടായിട്ടും പൂൾ ചെയ്തിട്ടാണ് ഞങ്ങളിത്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ട്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ പ്ലാൻ ഫണ്ട്, എല്ലാ ഫണ്ടുകളും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതൊരു വികസനമായിട്ട് ഗുഡ് റിലേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു. ഓക്കെ, എന്താണ് ഡോക്ടർ ഇനി ഒരു വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ് ഓർ നെക്സ്റ്റ് വിഷൻ? അതും ഐ കോപ്പിഡ് ഫ്രം അതിനുള്ളി. എന്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫിസിയോതെറാപ്പി ആണെങ്കിലും റീഹാബിലിറ്റേഷൻ ആണെങ്കിലും സെർബ്രൽ പാൾസി ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ കൺസേൺ കൂടുതൽ സമയം അവരുടെ ബൈസ്റ്റാൻഡേഴ്സും പേഷ്യൻസ് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് അവരുടെ ഒരു ലൈവ്ലി ഇൻകം ചിലപ്പോൾ അവിടെ ബുദ്ധിമുട്ടിലേക്ക്. അതെ, ശരിയാണ്. ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ആകുമ്പോൾ അവർ വീടുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ചു കൊടുത്ത് വേൾഡ് എന്നുള്ള അതിലേക്ക് വേണ്ടി എനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവരുടെ CSR ഫണ്ടിൽ ഒരു 40 lakhs പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അവർക്കൊരു എന്തെങ്കിലും ഒരു തൊഴിൽ പരിശീലനം കൊടുത്ത് ഈ മക്കളെയും ഈ പാരൻസിനെയും. ഇവിടെയാണ് തങ്ങൾ ഉസ്താദീനോ നമ്മൾ പറയുന്നത്. തങ്ങൾ ഉസ്താദ് ഒരിക്കലും ഇതൊരു സ്പെഷ്യൽ സ്കൂൾ എന്നോ അല്ലെങ്കിൽ യതീം ഖാനെ ഓർഫനേജ് അങ്ങനെയൊന്നും പറയരുത്. ഏബിൾ വേൾഡ്, ആംബിൾ ഷോ. സന്തോഷം ഡോക്ടർ. ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇതിൻ്റെ അടുത്ത. വളരെ 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 വലിയ സന്തോഷം ഡോക്ടർ. ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിൽ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു.